ആദിവാസി മേഖലയിൽ മിഷൻ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന കാത്തലിക് സഭയുടെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. അവർ പറയുന്ന കോടികളുടെ അനധികൃതമായ പണമാണ് അമേരിക്കയിൽ നിന്ന് തിമോത്തി ഫൗണ്ടേഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ പണം ഉപയോഗിച്ച് മതം മാറ്റം, അതായത് കൺവേർഷൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് അവർ റെയ്ഡ് ചെയ്തത്. ഇതിനകത്ത് പലതും ഇലിസിറ്റായിട്ടുള്ള കണക്കുകൾ വരുന്നുണ്ട്. അത് ഇ ഡി പറയുന്നതാണ്. ഇ ഡി ഇപ്പോൾ ഏത് ആൾക്കാർക്കെതിരെയും ഒരു ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് ഇതേപോലുള്ള റെയ്ഡ്. റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ യൂട്യൂബേഴ്സും പല സാറ്റലൈറ്റ് മീഡിയയും പലയിടത്തും വാർത്തകൾ വന്നു. ഇന്ത്യയിലെ നാഷണൽ ന്യൂസ് പേപ്പറും വാർത്ത കൊണ്ടുവന്നു. എന്താണ് പെട്ടെന്ന്, അതായത് BJP കേന്ദ്രം ഭരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതേപോലെ റെയ്ഡ് നടത്താൻ കാരണം എന്താ? അത് കേരളത്തിലെ ഈ പറയുന്ന അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, PC ജോർജും ഷോൺ ജോർജും അതേപോലെ BJPയുടെ പല നേതാക്കളും പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, കത്തോലിക്ക സ്ഥാപനങ്ങൾ ഞങ്ങൾ റെയ്ഡ് നടത്തും, FCR അടപ്പിക്കും, അത് അടപ്പിക്കും, ഇത് തെറുപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട്, അതായത് ഭയപ്പെടുത്താൻ നടത്തിയ റെയ്ഡ് മാത്രമാണ് ഈ സംഭവം. അത് അമേരിക്കയുമായിട്ട് കണക്റ്റഡായിട്ട് ഓരോന്ന് പടച്ചുണ്ടാക്കുന്ന കഥകൾ. എന്താണ് ഈ കാത്തലിക് സഭ ഈ പറയുന്ന നക്സൽ, അതായത് ആദിവാസി ഏരിയയിൽ നടത്തുന്ന പ്രവർത്തനം എന്താണ്? ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കാത്തലിക് സഭയെ ശരിക്കും വിമർശിക്കുന്ന ഒരാളായിരുന്നു. ഈ സംഭവങ്ങളും പ്രവർത്തനമെല്ലാം കണ്ട ശേഷമാണ് മനസ്സിലാക്കിയത് അവർ ജനങ്ങളുടെ ഇന്ന് പല അഡ്മിഷനും അതേപോലെ പലതിനൊക്കെ പണം കേരളത്തിൽ നിന്ന് വാങ്ങിയാലും അതിൻ്റെ വിനിയോഗം, അതായത് പ്രോപ്പറായിട്ട് ഇതേപോലെ ആദിവാസി മേഖലയിൽ അവർ വിനിയോഗിക്കുന്നുണ്ട്. കാരണം അത് ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയത്. പല ഭാഗങ്ങളിലും ഇവിടെയൊക്കെ ഗവൺമെൻറ്റിന് പോലും അവരുടെ ഒരു മിഷൻ, ഗവൺമെൻറ്റിൻ്റെ പല പരിപാടികളും നടത്താൻ പോലും പറ്റാത്ത ഏറിയാണ് ഈ ഭാഗങ്ങളിലൊക്കെ. ഇവിടെ കാത്തലിക് സഭ വലിയ സംഭവമായിട്ട് മാറി. അതായത് അവിടെ ഈ ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും കാത്തലിക് സഭയ്ക്ക് ഓരോ കുട്ടികൾക്ക് ഇത്ര വെച്ച് ഗ്രാൻഡ് വരെ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? ഈ നക്സലൈറ്റിൻ്റെ പിള്ളേരൊക്കെ സ്കൂളുകളിൽ പഠിക്കണം. അവിടുത്തെ ഈ ഗവൺമെൻറ് സ്കൂളുകളിലാണ് അത് യാതൊരു പ്രയോജനമൊന്നുമില്ല. അവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻറ്റി നക്സൽ ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ തന്നെയാണ് ഈ കാത്തലിക് സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്, ആ കുട്ടികളെ പഠിപ്പിക്കണം, അവർ നക്സൽ ആവരുത്.